ഹായ് ഫ്രണ്ട്സ്, ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഫിക്സസ്, അതായത് പ്രിഫിക്സസും സഫിക്സും എന്താണ് മനസ്സിലാക്കി. കുറേ വേർഡ്സ് നമ്മൾ പ്രിഫിക്സ് യൂസ് ചെയ്യുന്ന വേർഡ്സും സഫിക്സ് യൂസ് ചെയ്യുന്ന വേർഡ്സും എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ പ്രിഫിക്സ് സഫിക്സ് ഭാഗത്ത് നിന്ന് പബ്ലിക് സർവീസ് കമ്മീഷന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സസൈസസ് ആണ്. ഉണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിഫിക്സ് ക്യാൻ ബി ആഡ് ടു ദ വേർഡ് റെഗുലർ? റെഗുലർ എന്ന വാക്കിന് ഏത് പ്രിഫിക്സാണ് ആഡ് ചെയ്യുന്നത് ടു ഫോം ഇറ്റ്സ് ഓപ്പോസിറ്റ്? നിങ്ങൾക്കറിയാം, വാക്കുകൾ ഇംഗ്ലീഷിൽ എല്ലാ വാക്കുകൾക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രിഫിക്സും ചേർക്കാറുണ്ട്, സഫിക്സും ചേർക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രിഫിക്സുകളും സഫിക്സുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ റെഗുലർ എന്നുള്ള വാക്കിന് ഏത് ലെറ്റർ, അതായത് ഏത് പ്രിഫിക്സ് ചേർത്താൽ ഓപ്പോസിറ്റ് ആവും? ഇന്ന്, ഇമ്മ്, അയ്യാറ്, ഇറ്, ഇല്ല്, ILL, ഇല്ല്. കേട്ടോ? അതായത് ഇത് ILL വേണം, ഇല്ല്. ഏതാണ് ആൻസർ? റെഗുലറിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം, ഇറഗുലർ ആണ്, ഇല്ലേ? റെഗുലർ ഓപ്പോസിറ്റ് ഇറഗുലർ. കണ്ടോ? ഇറഗുലർ. റെസ്പോൺസിബിൾ എന്താണ് വരുന്നത് ഓപ്പോസിറ്റ്? ഇറസ്പോൺസിബിൾ. റെഗുലർ ഇറഗുലർ, റെസ്പോൺസിബിൾ ഇറസ്പോൺസിബിൾ, റെസ്പെക്റ്റീവ് ഇറസ്പെക്റ്റീവ്, റെസ്പെക്റ്റീവ് യഥാക്രമം, റെസ്പെക്റ്റീവ്ലി, ഇറസ്പെക്റ്റീവ് ആണ്. റെസ്പെക്റ്റീവ് ഇറസ്പെക്റ്റീവ്, റെഗുലർ ഇറഗുലർ, റെസ്പോൺസിബിൾ ഇറസ്പോൺസിബിൾ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നോക്കുക. ദ പ്രിഫിക്സ് പ്രീ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്? The prefix pre is used to denote which of the following words? ഈ പ്രീ എന്നുള്ള വാക്കിന് എന്താണ് മീനിങ്? എഗൻസ്റ്റ്, ബിഫോർ, ഫസ്റ്റ്, ആഫ്റ്റർ. വാട്ട് ഈസ് പ്രീ? മീൻസ് ബിഫോർ ആണ്. പ്രീ മീൻസ് ബിഫോർ. പ്രീ ഡിഗ്രി, ഡിഗ്രിക്ക് മുമ്പുള്ള കോഴ്സാണ്, ബിഫോർ ആണ്. നിങ്ങൾക്കറിയാം. പ്രീ ഹിസ്റ്റോറിക്, പ്രീപെയ്ഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രീപെയ്ഡ് ഫോൺ കണക്ഷൻ. പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും ഉണ്ട്. പോസ്റ്റ് മീൻസ് ആഫ്റ്റർ ആണ്, പ്രീ മീൻസ് ബിഫോർ ആണ്. പ്രീ ഇൻഡിപെൻഡൻറ്റ്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള. ഇപ്പം ഹി വാസ് എ പ്രീ ഇൻഡിപെൻഡൻറ്റ് റൈറ്റർ. ബങ്കിം ചന്ദ്ര ചാറ്റർജി വാസ് എ pre-independent writer. Pre-independent writer. R.K. Narayan is a post-independent writer. Tagore was a pre-independent writer. Tagore ഇന്ത്യൻ സ്വാതന്ത്ര്യം മുമ്പ് ജീവിച്ചിരുന്ന എഴുത്തുകാരനാണ്. പ്രീ ഇൻഡിപെൻഡൻറ്റും പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. പ്രീ മീൻസ് ബിഫോർ ആണ്. എഗൻസ്റ്റ് നിങ്ങൾക്കറിയാം, ആൻറ്റി ആണ്. എഗൻസ്റ്റ് ആൻറ്റി ആണ്. ആൻറ്റി, ആൻറ്റി തീസിസ്, തീസിസ് ആൻറ്റി തീസിസ് ഉണ്ട്, എഗൻസ്റ്റ് ആണ്. ആൻറ്റി ഫെമിനിസ്റ്റ് ഉണ്ട്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ആൻറ്റി റവല്യൂഷണറി ഉണ്ട്, എഗൻസ്റ്റ് ആണ്. ഫസ്റ്റ്, ആഫ്റ്റർ. ആഫ്റ്റർ മീൻസ് പോസ്റ്റ് ഉണ്ടല്ലേ? ആഫ്റ്റർ, ആഫ്റ്റർ, പോസ്റ്റ്, പോസ്റ്റ് വാർ. ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ പ്രീ ഈസ്, ആൻസർ ഈസ് ബി ആണ്, ബിഫോർ. ഓക്കെ, ഉണ്ടല്ലേ? നെക്സ്റ്റ് വൺ, ദ പ്രിഫിക്സ് ഹോമോ മീൻസ്. ഈ ഹോമോ എന്നുള്ള പ്രിഫിക്സിൻ്റെ മീനിങ് എന്താണ്? ദ സെയിം, ദ ഡിഫറെൻറ്റ്, സിമ്പിൾ, നൺ ഓഫ് ദീസ്. നമുക്കറിയാം ഹോമോ എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് ദ സെയിം ആണ്. ഹോമോ, ഹോമോസെക്ഷൽ, ഒരേ സെക്സ്, ഹോമോസെക്ഷൽ ഉണ്ട് അല്ലേ? ഹോമോസെക്ഷൽ എമംഗ് മെന്നാണ്
ഗേ എന്ന് പറയുക, GAY, ഗേ. ഹോമോസെക്ഷൽ എമംഗ് മെൻ ഗേ ആണ്, ഗേ ലവ്. സ്ത്രീകളാണെങ്കിൽ ലെസ്ബിയൻ എന്ന് പറയും, ലെസ്ബിയൻ ലവ്. ഇത് ഹോമോസെക്ഷൽ എമംഗ് വിമൻ ആണ് ലെസ്ബിയൻ. മറ്റെന്താണ്? ഗേ ആണ് എന്ത്? ഹോമോസെക്ഷൽ എമംഗ് മെയിൽ. ഗേയും ലെസ്ബിയനും ഹോമോസെക്ഷൽ. ഹെറ്റിറോ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. ഹോമോസെക്ഷലും ഉണ്ടല്ലേ, ഹോമോസേപ്പിയൻസ്, തിങ്കിങ് മാൻ ആണ് ഹോമോസേപ്പിയൻസ് ഉണ്ടല്ലേ. ഹെറ്ററോസെക്ഷൽ, ഹോമോജനസ് ഗ്രൂപ്പ് ഉണ്ട്, HOMOGENEOUS, സ്പെല്ലിംഗ് ചോദിക്കുന്ന വാക്കാണ് ഹോമോജനസ്. ഹോമോജനസ് ഒരുപോലെയുള്ളത്. നേരെ ഓപ്പോസിറ്റ് ഹെറ്റിറോജിനസ്. ഹെറ്റിറോജിനസ്, ഹോമോ മീൻസ് സെയിം, ഹോമോ, റിമെമ്പർ ഹോമോ. ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വിച്ച് prefix can be used to form the opposite of the gratitude? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിന് ഓപ്പോസിറ്റ് ഇട്ടാൻ ഏത് ചേർക്കണം? അണ്ണാണോ, മിസ്സാണോ, ഡിസ്സാണോ, ഇന്നാണോ? ഇനി ഈ വാക്കെടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, കൃതജ്ഞത. ഏജക്റ്റീവ് ആണെങ്കിൽ ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ. ഗ്രേറ്റ്ഫുൾ. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്? ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്. ഡി ആണ് ആൻസർ. ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ അൺഗ്രേറ്റ്ഫുൾ. ഓർമ്മിക്കണത്. താങ്ക്ഫുൾ ആണെങ്കിൽ അൺതാങ്ക്ഫുൾ. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ അൺഗ്രേറ്റ്ഫുൾ. മിസ്സും ഡിസ്സും പറ്റിയല്ല. ഓർമ്മിക്കുക. അതായത് പ്രഫിക്സ് ഗ്രാറ്റ്റ്യൂഡിന് ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്. INGRATITUD. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് ഗൺ ഇൻ യുവർ ഹൗസ്. കണ്ടോ? ഇറ്റ് ഈസ് ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് ഗൺ ഇൻ യുവർ ഹൗസ്. എന്താ വേണ്ടത്? ലീഗലാണ്, നിങ്ങൾക്കറിയാം. എന്താണ് ആൻസർ? ഡി ആണ്, ഇല്ലീഗലാണ്. ILL വേണം കേട്ടോ. IL ആണ് ഇത്, IL ആണ്. IL ആണ് വേണ്ടത്. ലീഗൽ ഓപ്പോസിറ്റ് ഇല്ലീഗൽ. ILLEGAL, ഇല്ലീഗലാണ്. ലീഗൽ, ഇല്ലീഗൽ. കണ്ടോ? ലോയൽ ആണെങ്കിൽ ഡിസ്ലോയലാണ്. ലോയൽ, ഡിസ്ലോയലാണ്. ലീഗൽ ആണെങ്കിൽ ഇല്ലീഗലാണ്. ലീഗലി, ഇല്ലീഗലി. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട്, LEGITIMATE, ലെജിറ്റിമേറ്റ്, നിയമാനുസൃതമായ. അതിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലെജിറ്റിമേറ്റ് എന്നാണ്. ഇല്ലെജിറ്റിമേറ്റ് സണ്ണ്, ജാരസന്താനം. ലെജിറ്റിമേറ്റ് ഫാദർ, ലീഗൽ ഫാദർ, നിയമപരമായി നിയമാനുസൃതമായ ഉള്ള ആൾ. ഇല്ലെജിറ്റിമേറ്റ് ആണ്. ലിറ്ററസി, ലിറ്ററേറ്റ്, എ പേഴ്സൺ ഹു ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്, അതാണ് ലിറ്ററേറ്റ്. ലിറ്ററസി, സാക്ഷരത. അതിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലിറ്ററസിയാണ്. ലിറ്ററേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലിറ്ററേറ്റ് ആണ്, എ പേഴ്സൺ ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. ഓർമ്മിക്കണം, ലീഗൽ, ഇല്ലീഗൽ, ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. അപ്പം ഇല്ലീഗലാണ്. ചില രാജ്യങ്ങളിൽ എന്താണ്, വീട്ടിൽ തോക്ക് സൂക്ഷിക്കൽ എന്താണ്? അത് നിയമപരമല്ല, നിയമാനുസൃതമല്ല. ഇല്ലീഗൽ. ലീഗൽ, ഇല്ലീഗൽ. ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ്. ലിറ്ററസി, ഇല്ലിറ്ററസി. റൈറ്റ്. അടുത്ത് നോക്കാം. ദ പ്രിഫിക്സ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്? ലൈക്ക്, ബിഫോർ, റൗണ്ട്, എഗൻസ്റ്റ്. ഏതാണ്? ആൻസർ ഈസ് സി ആണ്.
റൗണ്ട് എന്ന് പറഞ്ഞാൽ സർക്കുലർ, സർക്കംഫറൻസ്. ബിഫോർ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്. പ്രീ ആണ് നമ്മൾ ബിഫോറിന് ഉപയോഗിക്കുന്നത്. പ്രീ. പോസ്റ്റ് മീൻസ് ആഫ്റ്റർ. പ്രീ, ബിഫോർ. ഉണ്ടോ? ചൈൽഡ് ലൈക്ക്, സെയിം എന്നല്ല, ലൈക്ക് എ ചൈൽഡ് ലൈക്ക് ആണ്. ലൈക്ക് മീൻസ് സെയിം ആണ്. ഓർമ്മിക്കുക, സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Thousands of people have taken part in a dash democracy demonstration. ഡെമോക്രസി എന്നറിയാം, റൂൾ ഓഫ് ദ പീപ്പിൾ ആണ് ഡെമോക്രസി. ബ്യൂറോക്രസി അറിയാം, റൂൾ ഓഫ് ദ ഒഫീഷ്യൽസ്, ഓഫീസേഴ്സിൻ്റെ ഭരണത്തിനാണ് പറയുക ബ്യൂറോക്രസി. ഡെമോക്രസി ഉണ്ട്, പ്ലൂട്ടോക്രസി ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, പ്രകടനം. ടേക്കൺ പാർട്ട് ഇൻ എ ഡാഷ്. ഇവിടെ ഫോർ, ബൈ, ഓഫ്, പ്രോ മീൻസ് ഇൻസ്റ്റെഡ് ഓഫ്, പകരം. ഇൻ പ്ലേസ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്. പ്രോ മീൻസ് ഇൻസ്റ്റെഡ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്. വേറെ വാക്ക് ഇൻ ല്യൂ ഓഫ്. ഈ 3 വാക്കും നമുക്ക് അറിയണം. ഇൻസ്റ്റെഡ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ഇൻ ല്യൂ ഓഫ്. പ്രോ ഡെമോക്രസി മീൻസ് ജനാധിപത്യ, പ്രോ ഡെമോക്രാറ്റിക് ഡെമോൺസ്ട്രേഷൻ, പകരം. അതാണ് പ്രോ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്നത്. പ്രോ വൈസ് ചാൻസലർ ഉണ്ടോ? പ്രോ വി സി, വി സിക്ക് പകരം നിൽക്കുന്ന ആൾ. വി സി ആരായിരിക്കും? വൈസ് ചാൻസലർ. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ ഗവർണറായിരിക്കും. പ്രോ ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും. പ്രോ വൈസ് ചാൻസലർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, പ്രോ വൈസ് ചാൻസലർ അതും പോസ്റ്റ് ചെയ്യുന്നു. ഗവർണർ പോസ്റ്റ് ചെയ്യുന്നതാണ് വൈസ് ചാൻസലർ. പ്രോ വൈസ് ചാൻസലർ മീൻസ് വൈസ് ചാൻസലർ അഭാവത്തിൽ പകരം വരുന്ന ആളാണ് പ്രോ. പ്രോ മാർക്സിസ്റ്റ്, പ്രോ ആണ് ആ വാക്ക്, പകരം. പ്രോക്സി അറിയാലോ, അതാണ് വാക്ക് പ്രോ. ഇനി നിങ്ങൾക്കറിയാം ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്നാണ് ഡെമോക്രസിയിൽ പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്നതാണെന്ന് ഡെമോക്രസി. ഇവിടെ എന്താണ്? പ്രോ ഡെമോക്രസി ഡെമോൺസ്ട്രേഷനാണ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഓബ്ജെക്ട്സ്. ഉണ്ടോ? അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഓബ്ജെക്ട്സ്. അൾട്രാസോണിക് വേവ്സ് നിങ്ങൾക്കറിയാം. ഏബിൾ ഇവിടെ എന്താ വേണ്ടത്? ഡിസേബിൾ ആണോ, അണേബിൾ ആണോ, ഇനേബിൾ ആണോ, എനേബിൾ ആണോ? അൾട്രോണിക്സ് മെയ്ക്കേബിൾ ആണ്. അപ്പോൾ എന്ത് വേണം? ആൻസർ ഈസ് എനേബിൾ. ആൻസർ ഈസ് സി ആണ്, എനേബിൾ. മെയ്ക്കേബിൾ അതാണ്. എനേബിൾ മീൻസ് മെയ്ക്ക് ആണ്, മെയ്ക്ക് ജോയ്. അതാണ് എനേബിൾ ദ ബാറ്റ്സ്. ബാറ്റ്സ് നിങ്ങൾക്കറിയാം, ബാറ്റ്സ് വാവലുകളാണ്. ബാറ്റ്സ് ടു ലൊക്കേറ്റ് ദ ഓബ്ജെക്ട്സ്, ഓബ്ജെക്ട്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ എന്താണ്? എനേബിൾ. അൾട്രാസോണിക് വേവ്സ് എനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഓബ്ജെക്ട്സ്. അടുത്തത്, ദ വേർഡ് ഇൻ വിച്ച് അൺ ഈസ് നോട്ട് എ പ്രഫിക്സ്. അൺ എന്നുള്ള ഇത് പ്രഫിക്സ് അല്ലാത്ത വാക്ക് ഏതാണ്? അൺടൈഡി, അൺറെസ്റ്റ്, അൺക്ലിയർ, അണ്ടർസ്റ്റാൻഡ്. ഏതാണ് വാക്ക്? നിങ്ങൾക്കറിയാം. ടൈഡി മീൻസ് ക്ലീൻ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺടൈഡി. അപ്പോൾ ടൈഡി ഈസ് എൻ പ്രഫിക്സ്. റെസ്റ്റ് ആ വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് അൺറെസ്റ്റ്. വേറെ വാക്ക് അൺറെസ്റ്റ്, പൊളിറ്റിക്കൽ അൺറെസ്റ്റ്, സ്വസ്ഥയില്ലായ്മ, രാഷ്ട്രീയമായ സമരങ്ങൾ, സ്വസ്ഥയില്ലായ്മ. ക്ലിയർ, അൺക്ലിയർ ആണ്. ഇതും എന്താണ്? അണ്ണ്. ഇവിടെ എന്താണ്? പ്രഫിക്സ് ആണ്. എന്നാൽ അണ്ടർസ്റ്റാൻഡ് ഈസ് എ ന്യൂ വേർഡ്. സ്റ്റാൻഡിൻ്റെ കൂടെ അണ്ടർ ചേർത്തല്ല. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് യുവർ ആൻസർ? ആൻസർ ഈസ് ഡി, അണ്ടർസ്റ്റാൻഡ്. യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം മീൻസ് മേക്ക് ഔട്ട്. ഫ്രേസൽ വേർബ് മേക്ക് ഔട്ട് ആണ്. വേറെ വാക്കാണ് കോംപ്രിഹെൻഡ്.
COMPREHEND, comprehend. Comprehend means understand. You understand the problem. Understand is a common word. Under is സ്റ്റാൻഡും അണ്ടറും തമ്മിൽ ഫോം ചെയ്ത വാക്കല്ല. സ്റ്റാൻഡ് സ്റ്റുഡ് ആണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഈസ് എ ന്യൂ വേർഡ്, പുതിയ വാക്കാണത്. അണ്ടറും സ്റ്റാൻഡും അല്ല, ഇറ്റ്സ് എ വേർഡ്. അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റുഡ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് മീൻസ് മേക്ക് ഔട്ട്, കോംപ്രിഹെൻഡ്, ഡൈജസ്റ്റ്, മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അടുത്തത് നെക്സ്റ്റ് വൺ നോക്കുക. ദ വേർഡ് സസ്പെൻസ് ക്യാൻ ബി കംപ്ലീറ്റ് വിത്ത് ദ സഫിക്സ്. ഏതാ നോക്കുക? സസ്പെൻ. TION ആണോ, CION ആണോ, SION ആണോ, SCN ആണോ? വാട്ട് ഈസ് യുവർ ആൻസർ? ആൻസർ ഈസ് സസ്പെൻഷൻ. സസ്പെൻസിൻ്റെ കൂടെ സസ്പെൻഷനാണ് സഫിക്സ് ചെയ്തത്. സസ്പെൻസ്. SUSPENSION ആണ് സസ്പെൻഷൻ. അപ്പോൾ സഫിക്സ് ഈസ് ബി ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, ദ വേർഡ് സഫിക്സ് ടൈഡി, അൺടൈഡി ഉണ്ടോ? ദ വേർഡ് ഓപ്പോസിറ്റ് സഫിക്സ്, സഫിക്സ് അല്ല ഇവിടെ വേണ്ടത്, ഓപ്പോസിറ്റ് പ്രിഫിക്സ് ആണ് വേണ്ടത്. ദ വേർഡ് ഓപ്പോസിറ്റ് പ്രിഫിക്സ് ടൈഡി, ടൈഡീൻ്റെത് അൺടൈഡി ആണ്. ഇവിടെ വേണ്ടത് പ്രിഫിക്സ് ആണ്, സഫിക്സ് അല്ല. ഫൈൻഡ് ഓപ്പോസിറ്റ് ഓഫ് ടൈഡി, അൺടൈഡി. മിസ്റ്റൈഡി അല്ല, ഡിസ്റ്റൈഡി അല്ല, അൺടൈഡി ആണ്. അടുത്ത് നോക്കുക. നെക്സ്റ്റ് വൺ, ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ വേർഡ് ഫ്രീഡം ഈസ് യൂസ്ഡ്. ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ വേർഡ് ഫ്രീഡം ഡാഷ് ഈസ് യൂസ്ഡ്. ഏതാണ്? യു നോ ദ വേർഡ്. ആൻസർ ഈസ് സഫിക്സ്. ഉണ്ടല്ലേ? ഫ്രീ എന്ന വാക്കാണ്, അതിൻ്റെ കൂടെ DOM ചേർത്താണ്, ഫ്രീഡം. ചില വാക്കിന് SHIP കേൾക്കും. ഫ്രണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? റിലേഷൻ, റിലേഷൻഷിപ്പ്. കിങ്, നമ്മൾ ഡം ചേർക്കും, കിങ്ഡം, സാമ്രാജ്യം. ഫ്രീ പ്ലസ് ഡം, ഫ്രീഡം. ഫ്രീഡം ഈസ് എ സഫിക്സ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർബ്സ് ടേക്ക് സഫിക്സ് NESS ടു ചേഞ്ച് ഇൻ ടു നൗൺ? നോക്കുക. റിക്വസ്റ്റ്, റിക്വസ്റ്റ് നൗണാണ്, വേർബാണ് റിക്വസ്റ്റ്. നൗണുമാണ് റിക്വസ്റ്റ്. റിക്വസ്റ്റ്നെസ് എന്ന് ഇംഗ്ലീഷ് പറയുകയില്ല. എക്യൂസ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം. ACCUSE, എക്യൂസ് മീൻസ് ശിക്ഷിക്കുക. ഓപ്പോസിറ്റ് എക്വിറ്റ് ആണ്, വെറുതെ വിടുക. എക്യൂസ് മീൻസ് കൺവിക്റ്റ്. ഹി വാസ് അക്യൂസ്ഡ് ഓഫ്. സ്പീക്ക് അറിയാം, സംസാരിക്കുക. സ്പീക്ക്നെസ് എന്ന് പറയുകയില്ല, അക്യൂസ്നെസ് എന്ന് പറയുകയില്ല. അപ്പോൾ എന്താണ്? ഫൊർഗിവ്നെസ്. ഫൊർഗീവ് എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുക. NES ചേർക്കും, ഫൊർഗീവ്നെസ് ചേർക്കും. അപ്പോൾ ആൻസർ ഈസ്, വാട്ട് ഈസ് ദ ആൻസർ? ബി ഈസ് ദ ആൻസർ. ഇപ്പോൾ നെസ് ചേർക്കുന്ന എവിടെയാണ്? ഇപ്പോൾ കൈൻഡ് എന്ന വാക്കാണ്, CIND, കൈൻഡ് പ്ലസ് സഫിക്സ് നെസ്, കൈൻഡ്നെസ്. കൈൻഡ്നെസ് ആണ്, കൈൻഡ്നെസ്. NESS നെസ് ആണ്, ഓർമ്മിക്കുക. ഹൂഡ് ഈസ് ദ വേർഡ് ചൈൽഡ്ഹുഡ് ഈസ് എ, അറിയാം, ഹൂഡ് സഫിക്സ് ആണ്. ആൻസർ ഈസ് സഫിക്സ്. ഹൂഡ് സഫിക്സ് ആണ്. അടുത്തത്, ആഡ് എ പ്രഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രേസ്. ഗ്രേസ് എന്ന വാക്കുണ്ട്, ആ വാക്ക് ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അൺഗ്രേസ് ആണോ, മിസ്ഗ്രേസ് ആണോ, ഇൻഗ്രേസ് ആണോ? ആൻസർ ഈസ് ഡിസ്ഗ്രേസ്. നമുക്കറിയാം, ആൻസർ ഈസ് ഡിസ്ഗ്രേസ് ആണ്. ഗ്രേസ്, ഗ്രാഷ്യസ്. അപ്പോൾ ഡിസ്ഗ്രേസ് ആണ്. അടുത്തത്, യൂസ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ഫൊർഗെറ്റ്, അൺഫൊർഗെറ്റബിൾ, അൺഫൊർഗെറ്റിംഗ്, അൺഫൊർഗെറ്റിംഗ്, മിസ്ഫൊർഗെറ്റബിൾ. ഇതൊക്കെ എന്താണ്? ശരിക്ക് വാക്ക് അൺഫൊർഗെറ്റബിൾ ആണ്. അൺഫൊർഗെറ്റിംഗ് ശരി തന്നെയാണ് കേട്ടോ. അതായത്
ഡിസ്ഫർഗറ്റിംഗ് അല്ല. അപ്പം എന്താണ്? അൺഫർഗറ്റബിൾ, കനോട്ട് ബി ഫർഗോട്ടൺ. അൺ മീൻസ് ഫോർഗെറ്റ് എന്നുള്ള വാക്കാണ്, പ്ലസ് ഏബിൾ ആണ്, ഫർഗറ്റബിൾ, ദാറ്റ് ക്യാൻ ബി ഫർഗോട്ടൺ. സി ദാറ്റ് കനോട്ട് ബി ഫർഗോട്ടൺ ആണ് അൺഫർഗറ്റബിൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത. അൺഫർഗറ്റബിൾ ഇൻസിഡൻറ്റ് ഇൻ മൈ ലൈഫ്, അൺഫർഗറ്റബിൾ ആണ്. അടുത്തത് നോക്കുക. add a prefix to get the opposite meaning of the word able. Disable, enable, unable, misable. നിങ്ങൾക്കറിയാം, സി ആണ് unable. I am not able to attend the class, unable to attend the class. അടുത്ത്, find the prefix and suffix in the word enjoyment. എൻജോയ്മെൻ്റ് എന്ന വാക്കിലെ പ്രഫിക്സും സഫിക്സും നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്കറിയാം, ഇതിൽ ഏതാണ് പ്രഫിക്സ്, ഇതേതാണ് സഫിക്സ്. സഫിക്സ് ആൻഡ് പ്രഫിക്സ്, സഫിക്സ്, പ്രഫിക്സ് ആൻഡ് സഫിക്സ്. ആൻസർ നിങ്ങൾക്കറിയാം, ആൻസർ ഈ സി ആണ്. എന്താണ് ആൻസർ? ആൻസർ ഈ സി. എൻ പ്രഫിക്സ് ആണ്, ജോയ് സ്റ്റെം വേർഡ് ആണ്, മെൻഡ് എന്താണ്? സഫിക്സ് ആണ്. ഇതാണ് എൻജോയ്മെൻറ്റ്. ഇതാണ് നമുക്ക് സഫിക്സ് ആൻഡ് പ്രഫിക്സിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്രഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ് ആദ്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് വേർഡിനെ ഫോം ചെയ്യുന്നത്? ചില വാക്കുകൾ ഓപ്പോസിറ്റ് ആക്കാനും ചില വാക്കുകൾ പ്രത്യേക മീനിങ്ങിൽ ഉപയോഗിക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രഫിക്സ് ആൻഡ് സഫിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഫിക്സ് ആൻഡ് സഫിക്സിൽ PSC പരീക്ഷയ്ക്ക് വരുന്ന ഏത് ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. കൂടുതൽ വാക്കുകൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് പ്രഫിക്സ്, എന്താണ് സഫിക്സ്, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പം ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പരീക്ഷ അനായാസമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കുക. എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നമസ്കാരം.